ഇന്ന് തമിഴ്നാട് യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി ഇന്നലെ. ഇപ്പോഴും ഞാൻ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മധുര എന്ന് പറഞ്ഞ സ്ഥലത്താണ് തമിഴ്നാട്ടിലെ. അപ്പോൾ ഇന്നലെ പോയത് ഏർവാടി എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു. ഒരു ദർഗയും പരിസരമൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഏർവാടി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ അങ്ങോട്ടാണ് ഇന്നലെ പോയത്. നാലുംകൂടി ജംഗ്ഷനെ ക്രോസ് ചെയ്യണം. മാനോൾ നോക്കേ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് കണ്ടതാണ്. അങ്ങനെ ഏർവാടിയും പരിസരവും എല്ലാം കറങ്ങി നടന്ന് കണ്ടിട്ട് ഇന്നലെ രാത്രി മധുരയിൽ വന്ന് സ്റ്റേ ചെയ്തു. ഇവിടെ സിംഗിൾ റൂമിന് 500 രൂപയായിരുന്നു ചാർജ്. അത്യാവശ്യം നീറ്റായിട്ടുള്ള റൂമായിരുന്നു. റൂമെല്ലാം വെക്കേറ്റ് ചെയ്തിട്ട് രാവിലെ സമയം 10 മണിയായിട്ടുണ്ട്. രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഈ മധുരയിൽ അണ്ണാ ബസ് സ്റ്റാൻഡുണ്ട്, ആറപ്പാളയം ബസ് സ്റ്റാൻഡുണ്ട്, മാട്ടുത്താവണി ബസ് സ്റ്റാൻഡുണ്ട്. ഇന്നലെ നമ്മൾ ഏർവാടി പോയത് മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിൽ നിന്നായിരുന്നു പോയത്. അപ്പോൾ ഇന്ന് നമുക്ക് ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ പോയിട്ട് എങ്ങോട്ടെങ്കിലും പോവാം. എൻ്റെ മനസ്സിലൊരു പ്ലാനുണ്ട്. പുതുക്കോട്ടை എന്ന് പറഞ്ഞ സ്ഥലം വരെ പോകണമെന്നൊരു പ്ലാനുണ്ട്. നോക്കട്ടെ എങ്ങനെയാ സമയവും സൗകര്യവും എന്ന് വെച്ചിട്ടേ നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. അപ്പോൾ നമുക്ക് രാവിലെ എന്തെങ്കിലും കഴിക്കണം, എന്നിട്ട് ബാക്കി പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ചായക്കട പരിചയപ്പെടുത്തി തരാം. ഇത് മധുര റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡാണ്. ഇവിടെ നിന്ന് മധുര മീനാക്ഷി അമ്മൻ കോവിലോട്ട് പോകുന്നത് ഈ ഒരു വഴിയുണ്ട്. ഈ വഴി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും റൈറ്റ് ഒരു കട്ടിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കട്ടിങ്. കട തുറന്നില്ലേ നോക്കട്ടെ. അവിടെ നല്ല അടിപൊളി ചായ കിട്ടും. 17 രൂപയാണ് ചായക്ക്. ഞാൻ ഇന്നലെ ഒരു ചായ കുടിച്ചായിരുന്നു. അടിപൊളി ചായ. എന്തായാലും നമുക്ക് അവിടെ പോയി ഒരു ചായ കുടിക്കണം ആദ്യം. ഭയങ്കര വെയിൽ കേട്ടോ, ഭയങ്കര വെയിൽ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ കട്ടിങ്ങിലോട്ട് വന്നിരിക്കുവാണ്. ഇവിടെ ആയിട്ട് ശ്രീ ശബരീസ് എന്ന് പറഞ്ഞൊരു ചായക്കടയാണ്. ഇവിടേക്ക് ആൾക്കാരൊന്ന് ചായ കുടിക്കുന്ന കണ്ടില്ലേ. ചായയും കടിയും എല്ലാം ഉണ്ട്. സമൂസയൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സമൂസ. ഇതാണ് തൈര് വട. എനിക്ക് സമൂസ മതി. ഒരു ടീ, ഒരു സമൂസ. അങ്ങനെ നമ്മുടെ ചായയും കിട്ടിയിട്ടുണ്ട്, സമൂസയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചായ എല്ലാം കുടിച്ചിട്ട് മധുര റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുവാണ്. ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച വരിയായിട്ടുള്ള തട്ടുകടകളുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നൊരു തട്ടുകടയിൽ നിന്ന് തന്നെ നമുക്ക് ഇന്നും കഴിക്കാം. എപ്പോഴും ഇഡ്ഡലിയല്ലേ മേടിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോഴും ദോശ മേടിക്കാമെന്ന് വിചാരിക്കുവാണ്. എനിക്കുള്ള ദോശ ഇവിടെ ചുടുക. ദോശ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ടുണ്ട്. ഇനി മധുര റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബസ് കയറിയിട്ട് നമുക്ക് MGR ബസ് സ്റ്റാൻഡിലോട്ട് പോകാം. റോഡ് ക്രോസ് ചെയ്യുന്നത് വലിയൊരു ടാസ്ക്കാണ്. ഒരുപാട് തിരക്കുള്ള നഗരവുമാണ് മധുര. ഇതും അവിടെ ഒരു ബസ് ഉണ്ടായിരുന്നു, MGR നിലയം പോകുന്ന ബസ്. MGR നിലയം എന്ന് പറഞ്ഞാൽ MGR ബസ് സ്റ്റാൻഡ്. ആ നിൽക്കുന്ന ബസ് MGR ബസ് സ്റ്റാൻഡ് പോകുന്ന ബസ്സാണ്. ഞാനിവിടെ നിന്ന് നടന്നു പോകുമ്പോഴത്തേക്കും ആ ബസ് എടുത്തിട്ടില്ലെങ്കിൽ ആ ബസ്സിൽ കയറാം. ഓടാനൊന്നും വയ്യ. ഈ ചൂടത്ത് കിടന്ന് ഓടി വിയർത്ത് അലയുന്നതിനെക്കാട്ടി നല്ലത് അടുത്ത ബസ്സിൽ പോകാം. ഇഷ്ടംപോലെ ബസ്സുണ്ട് MGR ബസ് സ്റ്റാൻഡിലോട്ടെ. യെസ്, MGR ബസ് സ്റ്റാൻഡിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് വന്നിട്ടുണ്ട്. ഈ ബസ്സിൽ കയറിയിട്ട് നമുക്ക് MGR ബസ് സ്റ്റാൻഡിലോട്ട് പോകാം. യെസ്, ഇപ്പം കുറച്ച് ദൂരം ബസ് യാത്ര ചെയ്ത് വന്നതിന് ശേഷം ഇപ്പം മധുരൈ സ്മാർട്ട് സിറ്റി മധുരൈ കോർപ്പറേഷൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതിന് ഫ്രണ്ടിലായിട്ട് കരിക്കും വെച്ചിട്ട് നിൽപ്പുണ്ട്. 20 രൂപയും 30 രൂപയും എഴുതിയിട്ടുണ്ട് കരിക്കിൻ്റെ വില. അങ്ങനെ ഞാൻ ഈ ബസ്സിലോട്ട് കയറിയപ്പോഴത്തേക്കേ ഈ ബസ്സിലെ കണ്ടക്ടർ എന്നോട് പറഞ്ഞതാണ് ഇതൊരുപാട് ചുറ്റിപ്പോകുന്ന ബസ്സാണ്. അങ്ങനെ ഇവിടെ കിടന്ന് അലഞ്ഞ് തിരിഞ്ഞ് കറങ്ങി തിരിയാമെന്ന് എന്നോടാണ് പറയുന്നത് ചുറ്റിപ്പോകുന്ന ബസ്സാണെന്ന്. എന്തായാലും സിഗ്നലിൽ വണ്ടി നിൽക്കുവാണ്. ഇപ്പോഴത്തെ ഒരു സിനിമാ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ കൂടെ ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സിനിമാ തിയേറ്ററിൻ്റെ പേര് അംബിക സിനിമാസ്. വലിയൊരു തിയേറ്ററാണ്. അങ്ങനെ നമ്മൾ ഇന്നലെ വന്ന അതേ ബസ് സ്റ്റാൻഡിലോട്ട് ബസ് വീണ്ടും വരുവാണ്. ഇന്നലത്തെ ഏർവാടി യാത്രയിലും നമ്മൾ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് യാത്ര പുറപ്പെട്ടത്. MGR ബസ് സ്റ്റാൻഡ് അഥവാ മാട്ടുത്താവണി ബസ് സ്റ്റാൻഡ്. ഇന്നലെ വന്നപ്പോഴത്തേക്കും ഇവിടെ നല്ല മഴക്കോളായിരുന്നു. പക്ഷേ ഇന്ന് നോക്കിയാൽ നല്ല വെയിൽ. കാലാവസ്ഥയൊക്കെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അപ്പോഴെന്തായാലും നമ്മുടെ ഈ ദൂരം പോകുന്ന ബസ്സുകളെല്ലാം ഈ ബസ് സ്റ്റാൻഡിന് അകത്തായിട്ടാണ് നിർത്തുന്നത്. ഈ വെളിയിൽ നിർത്തിയിട്ടിരിക്കുന്ന ഇതെല്ലാം ലോക്കൽ ബസ്സുകളാണ്. അപ്പോൾ പുതുക്കോട്ടയാണ് പോകാൻ പ്ലാൻ ചെയ്യുന്ന സ്ഥലം. അപ്പോൾ പുതുക്കോട്ടയിലോട്ട് പോകാം. ഇതാ കണ്ടില്ലേ, നമ്മൾ ബസ് സ്റ്റാൻഡിനകത്തോട്ട് വന്നിരിക്കുവാണ്. ഇത്രയധികം ബസ്സുകൾ നാട്ടിലെ പല സ്ഥലങ്ങളിലോട്ട് സർവീസ് നടത്തുമ്പോഴത്തേക്കും നമ്മൾ എവിടെയും പോകാതെ ഒരിടത്ത് തന്നെ നിൽക്കുന്ന മോശമല്ലേ. അപ്പോൾ നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. പട്ടുക്കോട്ടை എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന ബസ്, അതോ ആ നിൽക്കുന്ന ബസ്. ഞാൻ പുതുക്കോട്ട പോകാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്യമിടുന്നത്. അപ്പോഴെന്തായാലും നമുക്ക് പുതുക്കോട്ട പോകുന്ന ബസ് എവിടെ കിടക്കുന്നതെന്ന് നോക്കാം. ഇതെവിടെ രജനീകാന്തിൻ്റെ എന്തിരൻ സിനിമയിലെ ആ ഒരു റോബോ, ചിട്ടി റോബോ, അത് കൊള്ളാം.
അപ്പോഴും ഞാനിവിടെ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് പുതുക്കോട്ടയിൽ പോകുന്ന ബസ് ദാ ഈ ഒരു ഭാഗത്തായിട്ടാണ് നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. ഈ ബസ് പുതുക്കോട്ടയിൽ പോകുമെന്നാണ് പറഞ്ഞത്. അതെവിടെ പുതുക്കോട്ടയിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. ഇഷ്ടംപോലെ സീറ്റുണ്ട്, ധൃതി ഒന്നും വേണ്ട. അങ്ങനെ ഈ ബസ് മയിലാടുതുറൈ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന ബസ്സാണ്. പുതുക്കോട്ടൈ തഞ്ചാവൂർ വഴി മയിലാടുതുറൈ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന ബസ്സാണ്. തഞ്ചാവൂരോട്ടൊക്കെ നമുക്ക് പോവാം. ആദ്യം പുതുക്കോട്ടയിൽ പോവാം. പുതുക്കോട്ടയിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തതല്ലേ, ഇനി അതിന് മാറ്റമില്ല. അങ്ങനെ നമ്മുടെ ബസ്സിൽ ഡ്രൈവർ കയറിയിരിക്കുവാണ്. ഇവിടെ നിന്ന് 116 കിലോമീറ്റർ ഉണ്ട് പുതുക്കോട്ടൈ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട്. ഇവിടെ നിന്ന് വെച്ചാൽ മധുരയിൽ നിന്നും 116 കിലോമീറ്റർ ടു പുതുക്കോട്ടൈ. ഇവിടുന്ന് 2 മണിക്കൂർ യാത്രയുണ്ട്. 2:10 ബസ് എത്തുന്ന പറഞ്ഞത്. ഇപ്പോഴും സമയം 11:45. ബസ് എടുക്കാറായപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ ഓടി വരുവാണ് ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട്. ഈ സീറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഇരുന്ന അമ്മ അവരെ മോനാന്ന് തോന്നുന്നു കൈ കാണിച്ചു, ടാറ്റ കാണിച്ചു. അങ്ങനെ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്നും യാത്ര പുറപ്പെട്ടിരിക്കുവാണ്. അങ്ങനെ ഞാൻ ബസ്സിൽ മധുര മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു 68 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് വന്നതിന് ശേഷം ഈ നിൽക്കുന്ന സ്ഥലമാണ് തിരുപ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ബസ് ഇറങ്ങി. പുതുക്കോട്ടയിലോട്ട് പോകുന്ന വഴിക്കുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് തിരുപ്പത്തൂർ. മധുര മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ തിരുപ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലം വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 45 രൂപ. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലോട്ട് പോകുന്ന ബസ്സും വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ ബസ്സിൻ്റെ അടുത്തോട്ട് കച്ചവടക്കാരെല്ലാം വരുന്നുണ്ട്. കപ്പലണ്ടി കച്ചവടക്കാരും പിന്നെ ഓരോ ടൈപ്പ് പഴക്കച്ചവടക്കാരും എല്ലാം ഉണ്ട്. കണ്ടില്ലേ, ഇവിടെ ചക്കയെല്ലാം പാക്കറ്റിലാക്കി കൊണ്ടുവന്നിരിക്കുന്നതൊക്കെ. 20 രൂപയാണ് ഒരു ചക്കയുടെ വില. 6 ചുളയുണ്ട്. 6 ചുളയ്ക്ക് 20 രൂപ. ഞാൻ സത്യത്തിൽ യാത്രക്കിടയിൽ ഒന്നും മേടിച്ച് കഴിക്കത്തില്ല. സത്യം പറയാമല്ലോ, ബസ്സിലും ട്രെയിനിലും ഒക്കെ വരുന്ന പിച്ചക്കാർക്ക് ഞാൻ 5 പൈസ കൊടുക്കത്തില്ല. പക്ഷേ ഇതേപോലെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് നമ്മളെന്തെങ്കിലും പൈസ കൊടുത്ത് മേടിച്ചെന്ന് പറഞ്ഞ ഒരു നഷ്ടം വരാൻ പോകുന്നില്ല. എന്ന് പറഞ്ഞ് ഒരു ദിവസം എല്ലാവരെയും സഹായിക്കാനൊന്നും പറ്റത്തില്ല. ആരെങ്കിലും ഒരാളെ ഞാനിങ്ങനെ യാത്ര പോകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു സാധനം മേടിക്കും. ഇനി എൻ്റെ അടുത്ത് ഒരാൾ വന്ന് ചക്കയോ മാങ്ങയോ കൊണ്ടുവന്നാൽ ഞാൻ വാങ്ങില്ല. ഒരു ദിവസം ഒരാളെ, അങ്ങനെ ഡെയിലി അല്ല കേട്ടോ. ഇതേപോലെ യാത്ര എങ്ങനെ പോകുമ്പോഴത്തേക്കും എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നും, അങ്ങനെ വാങ്ങുന്നതാണ്. അപ്പോഴെന്തായാലും തിരുപ്പത്തൂർ ബസ് സ്റ്റാൻഡിലാണ് ഞാനിപ്പം ഇറങ്ങി നിൽക്കുന്നത്. ഇവിടം വരെ വരുന്നതിന് 45 രൂപ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. തിരുപ്പത്തൂർ ബസ് സ്റ്റാൻഡ് കൊള്ളാം, നല്ലൊരു ബസ് സ്റ്റാൻഡ്. ഇതോ അവിടെ രാജകീർത്തി എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പുതുക്കോട്ടയിലോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ ഇറങ്ങിയതാണ്. മധുര മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിൽ നിന്ന് 2 മണിക്കൂറത്തെ യാത്രയുണ്ട് പുതുക്കോട്ടയിലോട്ട്. ആ 2 മണിക്കൂറും ഒറ്റ സ്ട്രെച്ചിലിരുന്ന് യാത്ര ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ പോകുന്ന വഴിക്കുള്ള ഏതെങ്കിലും സ്ഥലത്തൊക്കെ ഇറങ്ങുന്നതല്ലേ. അങ്ങനെ ഒന്ന് ഇറങ്ങിയതാ ഈ സ്ഥലത്ത്. നല്ല വെയിലടിക്കുന്നുണ്ട്, നല്ല വെയിൽ. എവിടെയായിട്ട് നോക്കേ, കച്ചവടക്കാർ കുടയെല്ലാം ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന കണ്ടില്ലേ, അത് കൊള്ളാം. ഫ്രൂട്ട്സ് കടയിലൊക്കെ കുറച്ചധികം കുടകൾ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതൊക്കെ 1 2 3 4 5 കുടയുണ്ട് ഒരു ചെറിയൊരു തട്ടിനകത്ത്. പഴമാണ് കച്ചവടം ചെയ്യുന്നത്. ഞാനിങ്ങനെ പറഞ്ഞു തരുന്ന കേട്ട് കഴിഞ്ഞാൽ പഴമൊന്നും കണ്ട ആളുകൾക്ക് മനസ്സിലാവാത്തതുപോലെ. അങ്ങനെ തിരുപ്പത്തൂർ ടൗണിൻ്റെ വഴിയിലൂടെ ഞാനിങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. വെയിൽ ചെറുതായിട്ടൊന്ന് മങ്ങി തന്നിട്ടുണ്ട് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അതെന്തായാലും കാര്യമായി. ഒരുപാട് ദൂരോട്ട് നടക്കാതെ തിരിച്ചങ്ങ് നടക്കാം. ഞാൻ ഈ തിരുപ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയത് എൻ്റെ അടുത്തിരുന്ന ഒരാൾ ടിക്കറ്റ് എടുത്തത് തിരുപ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. അപ്പോഴെന്തായാലും ഞാൻ വിചാരിച്ചെങ്കിൽ തിരുപ്പത്തൂർ എന്നിറങ്ങാം, അങ്ങനെ വിചാരിച്ചു. മധുര മാട്ടുത്താവണിയിൽ നിന്നും 1 മണിക്കൂറോളം യാത്രയേ ഉള്ളൂ ഈ തിരുപ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട്. ഞാനിവിടെ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് ഇവിടെ ഫേമസ് ആയിട്ടുള്ളത് ഭൈരവൻ കോവിലുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അമ്പലത്തിൻ്റേതായൊരു മതിൽ, തമിഴ്നാട്ടിലെ അമ്പലങ്ങളുടെ ഒരു മതിലിൻ്റെ ഒരു കളറില്ലേ, ആ ഒരു കളർ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് അവിടം വരെ നടന്നിട്ടെങ്കിൽ വരാം. എന്താ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, യോഗ ഭൈരവർ കോവിൽ, തിരുത്തളിനാഥർ കോവിൽ, യോഗ ഭൈരവർ കോവിൽ, അങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് അമ്പലത്തിൻ്റെ മതിൽ. ഇതിൻ്റെ സൈഡിൽ അങ്ങോട്ട് അമ്പലക്കുളമെല്ലാം കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് നോക്കാം. അങ്ങനെ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് നടന്നു വന്നപ്പോഴത്തേക്കും ഇത് ഇവിടെയായിട്ട് അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ് ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും അമ്പലവും പരിസരവും ഒക്കെ കാണാനൊരു പ്രത്യേക ഫീലുണ്ട്. ഇതാ കണ്ടില്ലേ, ഒരുപാട് വർഷം പഴക്കമുള്ള ചെറിയ കൽമണ്ഡപവും എല്ലാം ഉണ്ട്. ഇതാണ് ശരിക്കും ഫ്രണ്ട് സൈഡെന്ന് നമുക്കങ്ങനെ തീർത്ത് പറയാൻ പറ്റത്തില്ല. മധുര മീനാക്ഷി അമ്മൻ കോവിലിൻ്റെയും ഒരു 4 ഭാഗത്തായിട്ടും പുറത്തോട്ടൊക്കെ ഇറങ്ങാനുള്ള വഴികളൊക്കെ ഉണ്ടല്ലോ.
അതേപോലെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇവിടെയും. എന്തായാലും ഈ ഒരു ഭാഗം കൊള്ളാം. ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട തേരും രഥവും എല്ലാം ഷീറ്റൊക്കെ ഇട്ട് മൂടി വെച്ചിട്ടുണ്ട്. ചെറിയ ഷെഡൊക്കെ കെട്ടിയിട്ടേ മൂടി വെച്ചിരിക്കുവാണ്. ഉത്സവം, തിരുവിഴ അങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കുമ്പോൾ മാത്രമേ അത് പുറത്തെടുക്കത്തുള്ളൂ. അങ്ങോട്ടെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോഴെന്തായാലും നമുക്ക് ബസ് സ്റ്റാൻഡിലോട്ട് പോയിട്ടേ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങാമല്ല തുടരാം. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിലോട്ട് തിരിച്ച് നടന്നു പോയപ്പോഴത്തേക്കും കണ്ടൊരു കാഴ്ചയാണ്. ഇത് നോക്കെ, ഒരു മെൻസ് വെയറിൻ്റെ ഫ്രണ്ടിൽ ഒരു ഡമ്മി ഒരു സ്കൂട്ടറിൻ്റെ പുറത്ത് ഇരിക്കുന്നതായിട്ട്. അത് കൊള്ളാമല്ലേ? സാധാരണ ഡമ്മികളെല്ലാം നിൽക്കുന്ന ഒരു പോസാണ് കാണുന്നത്, പക്ഷേ ഈ ഇരിക്കുന്നത് കൊള്ളാം. ഇതാ കണ്ടില്ലേ, ഇതേപോലെ നിൽക്കുന്നതാണ് സാധാരണ കാണുന്നത്. അതെ, ഇത് നോക്കെ, പഴയ ഒരു കെട്ടിടം, ഒരുപാട് വർഷം പഴക്കമുള്ള കെട്ടിടമാണ്. അത് കൊള്ളാം. അങ്ങനെ പെട്ടെന്ന് ഒരു ബസ് കിട്ടി. ഇതിനകത്തോട്ട് കയറാന്നല്ല കയറി. പുതുക്കോട്ടയിലോട്ട് വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുവാണ്. അങ്ങനെ ബസ് കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം ഒരു റെയിൽവേ ഗേറ്റിനടുത്ത് ബസ് നിർത്തിയിട്ടിരിക്കുവാണ്. ഇതവിടെയായിട്ട് പുതുക്കോട്ടൈ 8 കിലോമീറ്റർ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരത്തെ നിന്ന് ആ റെയിൽവേ ഗേറ്റ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ദാ പുതുക്കോട്ടൈ ടൗൺ തുടങ്ങിയിരിക്കുവാണ്. ഇതെല്ലാം പുതുക്കോട്ടൈ ടൗണിൻ്റെ ഭാഗമാണ്. പുതുക്കോട്ടൈ ബസ് സ്റ്റാൻഡിലോട്ട് ബസ് വളഞ്ഞ് കയറുവാണ്. ഭയങ്കര വെയിലടിക്കുന്നുണ്ട്. വെളിയിൽ എങ്ങനെ ഇറങ്ങി നടക്കുമെന്നറിയാൻ വയ്യ. ഒരു രക്ഷയില്ലാത്ത വെയില. ഇവിടെ വണ്ടി ഹാൾട്ടിംഗ് ആണ്. മയിലാടുതുറൈ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന ബസ് ഹാൾട്ട് ചെയ്യുന്നത് പുതുക്കോട്ടൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോഴെന്തായാലും നമുക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങാം. ഈ ബസ് തഞ്ചാവൂരിന് പോകുന്ന ബസ്സാണ്. ഇവിടെ നിന്ന് ഒരുപാട് ബസ്സുകൾ തഞ്ചാവൂരോട്ടുണ്ട്. തഞ്ചാവൂർ എന്ന് പറഞ്ഞിട്ട് ബസ്സിലെ കണ്ടക്ടർമാരും ഡ്രൈവർമാരൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ് തഞ്ചാവൂർ. ഒരുപാട് ബസ്സുകൾ വരുന്നൊരു വലിയൊരു ബസ് സ്റ്റാൻഡാണ് പുതുക്കോട്ടൈ ബസ് സ്റ്റാൻഡ്. ഇതാ നോക്കി, നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു ബസ് അല്ലേ? അത് കൊള്ളാം. തഞ്ചാവൂർ പുതുക്കോട്ടൈ അങ്ങനെ ട്രിപ്പ് അടിക്കുന്ന ബസ്സാണിത്. ഇതാകണ്ടില്ലേ, ഇതേപോലത്തെ കച്ചവടക്കാർ ബസ് കൊണ്ട് നിർത്തുമ്പോഴത്തേക്കും ബസ്സിൻ്റെ അടുത്തോട്ട് ഈ വണ്ടിയിൽ വരും. പുഴുങ്ങിയ കടലയും അങ്ങനത്തെ ടൈപ്പ് കച്ചവടങ്ങളൊക്കെയാണ്. ഒരുപാട് കടകളും സ്റ്റാളുകളും എല്ലാം ഉള്ളൊരു വലിയൊരു ബസ് സ്റ്റാൻഡാണിത്. ഇതാ നോക്കേ, മുല്ലപ്പൂ എല്ലാം വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ചെറിയ ഓരോരോ പിടിയായിട്ട് വെച്ചിരിക്കുവാണ്. അത് കൊള്ളാം അല്ലേ? ഇത് എത്രയായത്? 20 രൂപയുള്ളു. ഇതാ കണ്ടില്ലേ, ബസ് സ്റ്റാൻഡിനകത്തെല്ലാം കംപ്ലീറ്റ് കച്ചവടങ്ങളാണ്. ഇതാ നോക്കേ, ഇവിടെയൊക്കെ ആയിട്ട് പലതരം കച്ചവടങ്ങൾ. ഇതാ വെയിറ്റ് നോക്കുന്ന ആ ഒരു സംഭവം നോക്കേ. ഇതൊക്കെ ബസ് സ്റ്റാൻഡിൽ കണ്ടിട്ട് ഒരുപാട് നാളായി. 2 രൂപ ഇട്ടാൽ വെയിറ്റ് നോക്കാം. എന്തായാലും ഒന്ന് കയറി നിന്ന് നോക്കാം. ഇങ്ങനത്തെ 2 രൂപ തന്നെ വേണോ എന്നറിയാൻ വയ്യ. എൻ്റെ ഇപ്പം 1 രൂപ പോലത്തെ 2 രൂപയാണ് ഇട്ടിട്ടുണ്ട്. യെസ്, ഒരു സംഭവം വന്നിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? ബാക്കി എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്, പക്ഷേ ആ വെയിറ്റ് മാത്രം കാണുന്നില്ല. അപ്പോഴിവിടെ ചോദിച്ചപ്പോഴത്തേക്കും അറിഞ്ഞത് 23-ാം നമ്പർ ബസ് ബ്രഗദമ്പാൾ എന്ന് പറഞ്ഞൊരു ടെമ്പിളുണ്ട് ഇവിടെ അടുത്തായിട്ട്. അത് അത്യാവശ്യം ആൾക്കാരൊക്കെ പോകുന്ന സ്ഥലമാണ്. ആ ബസ് ഇപ്പം വരുമെന്നാണ് പറഞ്ഞത്, 23-ാം നമ്പർ ബസ്. അങ്ങനെ ഇന്ന സ്ഥലത്തോട്ടൊന്നും പോകണമെന്ന് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല. ഞാനിവിടെ അടുത്തുള്ളൊരു കടയിൽ ചോദിച്ചു ഇവിടെ അടുത്ത് എന്തെങ്കിലും കാണാനുണ്ടോന്ന്. അപ്പോഴവരാ പറഞ്ഞത് 23-ാം നമ്പർ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ബ്രഗദമ്പാൾ എന്ന് പറഞ്ഞൊരു അമ്പലത്തിലോട്ട് പോകാൻ പറ്റും. അവിടെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് പോകും, ഇല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കറങ്ങി നിൽക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടി. നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് ബസ് സ്റ്റാൻഡിന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് എന്തെങ്കിലും കഴിക്കാം. ഇപ്പം സമയം 3 മണി ആയിട്ടുണ്ട്. അങ്ങനെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലുള്ളൊരു ഹോട്ടലിൽ നിന്ന് തന്നെ കഴിച്ചു. ഊണിന് 100 രൂപ, കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിനകത്ത് കയറി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഭയങ്കര വെയിൽ കാരണമേ മടിച്ചിട്ട് എങ്ങോട്ടും പോകാൻ വേണ്ടി തോന്നിയില്ല. അപ്പോഴിനിയിപ്പം ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെന്താ നമ്മൾ വന്ന പുതുക്കോട്ടൈ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് അടുത്തുള്ള ഏതെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ പോയി കണ്ടിട്ടേ നമുക്ക് വരാം. അങ്ങനെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. തിരുപ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഈ പുതുക്കോട്ടൈ എന്ന് പറഞ്ഞ സ്ഥലം വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 36 രൂപ. അപ്പോഴെന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ലോക്കൽ ബസ് കയറിയിട്ട് ഈ ലൊക്കാലിറ്റിയിലുള്ള ഏതെങ്കിലും കുറച്ച് സ്ഥലങ്ങൾ പോയി കണ്ടിട്ട് വരാം. ഇതൊക്കെ ലോങ് പോകുന്ന ബസ്സുകളാണ്. തിരിച്ചു പോകുന്ന ബസ്സായത്. ഈ ബസ്സും ഈ 2 ബസ്സും തിരിച്ചു പോകുന്ന ബസ്സാണ്. ഇവിടെ അടുത്തായിട്ട് ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴത്തേക്കും HH രാജാസ് കോളേജ് എന്ന് പറഞ്ഞൊരു സ്ഥലം കണ്ടു. ആ കോളേജ് ബിൽഡിങ് കാണാൻ ഒരു പ്രത്യേക രസമുണ്ട്. അതിവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ചിലപ്പം നടന്നു പോകും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ബസ്സിൽ കയറി ആ ഒരു പരിസരത്തോട്ടൊക്കെ പോകും. ഇവിടെ ഒരു ബസ്സിൻ്റെ ഫ്രണ്ടിൽ ആട് നിന്ന് ആ ബസ്സിൻ്റെ മുമ്പിലിട്ടിരിക്കുന്ന പൂമാല കഴിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ
അങ്ങനെ പുതുക്കോട്ടൈ ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ബൈക്ക് ലിഫ്റ്റ് കിട്ടി. അങ്ങനെ ഞാൻ എന്താ ഇപ്പം നിൽക്കുന്നത് പുതുക്കോട്ടൈ കോളേജിനടുത്തായിട്ട്. പുതുക്കോട്ടൈ കോളേജിൻ്റെ പേര് അങ്ങനെ അതിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നിരിക്കുവാണ്. ഞാനിങ്ങനെ നടന്നു വരുന്ന വഴിക്കായിരുന്നു പുതുക്കോട്ടൈ കോടതി ഉണ്ടായിരുന്നത്. പുതുക്കോട്ടൈ കോടതിയുടെ ബിൽഡിംഗ് കാണാൻ നല്ല ഭംഗിയാണ്. പുതുക്കോട്ടൈ കോളേജ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിൽ കാണിച്ചിരിക്കുന്ന ഫോട്ടോസ് കൂടുതലായിട്ടും പുതുക്കോട്ടൈ കോടതിയുടെ ഫോട്ടോസൊക്കെയാണ്. എന്തായാലും ഈ കോളേജിൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള ഈ ഒരു വഴി കൂടി ഇങ്ങനെ നടന്നു പോകാനൊരു പ്രത്യേക രസമുണ്ട്. മെയിനായിട്ട് നല്ല തണലുണ്ട്. നേരത്തെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊക്കെ നിന്നപ്പോഴത്തേക്കും ഭയങ്കര വെയിലായിരുന്നു. യെസ്, അങ്ങനെ നടന്നതാ രാജാസ് കോളേജിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുവാണ്. കോളേജ് ബിൽഡിംഗ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. വേറൊരു രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷൻ സ്റ്റൈലാണ്. ഇതേപോലെ തന്നെയാണ് ഇവിടുത്തെ പുതുക്കോട്ടൈ കോടതിയും ഉള്ളത്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ ഒരു കാര്യമില്ലാതെ കോളേജിൻ്റെ അടുത്തോട്ട് പോയിട്ട് തിരിച്ച് ബസ് സ്റ്റാൻഡിലോട്ട് വന്നിരിക്കുവാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഏതെങ്കിലും ബസ്സിൽ കയറിയിട്ടേ ഇവിടെ അടുത്തുള്ള ബ്രഗതമ്മാൾ എന്ന് പറഞ്ഞ ആ ഒരു ക്ഷേത്രത്തിൻ്റെ പേര് അങ്ങനെ തന്നെയാണോ? എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റിലോ കൊടുത്തേക്കാം. അപ്പോൾ ആ അമ്പലത്തിലോട്ട് പോവുകയാണ്, ബ്രഗതമ്പാൾ. അതിവിടെ 23-ാം നമ്പർ ബസ്സിൽ കയറി പോകണമെന്നാണ് പറഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ബസ്സിൽ കയറി പോയിട്ട് ഇടയ്ക്ക് പോയിട്ട് ഇറങ്ങി മാറി കയറണമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാലേ നോക്കാം. ഇറങ്ങി കയറിയോ എങ്ങനെയെങ്കിലും പോവാം. തിരുക്കോകർണം എന്ന് പറഞ്ഞ ബസ്സിലോട്ട് പോയി കഴിഞ്ഞാലല്ല, ആ റൂട്ട് പോകുന്ന ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ ബ്രഗതമ്മാൾ എന്ന് പറഞ്ഞ അമ്പലത്തിലോട്ട് പോകാൻ പറ്റും. കോളേജിൽ പോയ കണക്ക് ആവുമെന്ന് അറിയാൻ വയ്യ. എന്തായാലും നമുക്ക് ഈ ബസ്സിൽ കയറി പോവാം. അങ്ങനെ ഞാൻ തിരുക്കോകർണം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ബസ് ഇറങ്ങിയിരിക്കുവാണ്. പുതുക്കോട്ടை എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എപ്പോഴും തിരുക്കോകർണം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ബസ്സുണ്ട്. അപ്പോഴേ ഇവിടെ അടുത്തായിട്ടാണ് ഞാൻ പറഞ്ഞ ആ അമ്പലം ഉള്ളത്. എന്തായാലും നമുക്ക് ആ പരിസരത്തോട്ടൊക്കെ പോവാം. എന്തായാലും ഈ ഒരു സ്ഥലം കൊള്ളാം, നല്ലൊരു തമിഴ്നാട് വൈബുള്ളൊരു സ്ഥലം. അങ്ങനെ ഞാൻ തിരുക്കോകർണം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 700 മീറ്റർ നടന്ന് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കും അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുവാണ്. റിനോവേഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അമ്പലത്തിൻ്റെ പരിസരമെല്ലാം കാണാനൊരു പ്രത്യേക രസമുണ്ട്. നോക്കേ, ഇവിടുത്തേക്ക് കെട്ടിടങ്ങൾ കണ്ടില്ലേ, ഒരു പ്രത്യേകതയുണ്ട് കാണാൻ. നമ്മൾ നേരത്തെ ഇങ്ങോട്ട് വരുന്ന വഴിക്കൊരു സ്ഥലത്തിറങ്ങിയായിരുന്നല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട രഥങ്ങളെല്ലാം മൂടി വച്ചിരിക്കുകയല്ലായിരുന്നോ? ഇവിടെയും വലിയൊരു ഷെഡിനകത്ത് മൂടി വച്ചിരിക്കുവാണ്. മെയിൻ റോഡിൽ നിന്ന് ഒരു വഴി തിരിയുന്നുണ്ട്. ഈ വഴി ഒന്ന് നടന്നിട്ട് വരാം. ഇവിടെ ആയിട്ടൊരു മണ്ഡപം, ചെറിയൊരു മണ്ഡപം നോക്കേ. അതിലോട്ട് നടന്നു കയറാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പൊക്കെ ഉണ്ട്, കണ്ടില്ലേ? അങ്ങനെ എന്തായാലും നമുക്ക് ഈ വഴി അകത്തോട്ടൊന്ന് നടന്നിട്ട് വരാം. നമ്മൾ ആ വഴി ഇങ്ങനെ അകത്തോട്ട് നടന്നു പോകുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ടൊരു വലിയൊരു അമ്പലക്കുളമുണ്ട്. ഒട്ടുമിക്ക തമിഴ്നാട്ടിലെ അമ്പലങ്ങളിലെ കുളങ്ങളിലും ഇതേപോലെ നടുക്ക് ഗോപുരങ്ങൾ കാണും. ഗോപുരമല്ല, മണ്ഡപങ്ങൾ. കണ്ടില്ലേ നടുക്കായിട്ട്? അത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഒരുപാട് വർഷം പഴക്കമുള്ള കൽമണ്ഡപം. ഈ കുളത്തിന് സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോയപ്പോഴത്തേക്കും ഇവിടെ ഒരു പാറപ്പുറം എല്ലാം കാണാം. കുടിലായിട്ടുള്ള വീട്, അത് കൊള്ളാമല്ലോ. ഇങ്ങനത്തെ വീടൊന്നും ഇപ്പോൾ എവിടെയും ഇല്ല. ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കുവേ ഇവിടെ ആയിട്ടൊരു പാറപ്പുറം കാണാം. അതിൻ്റെ സൈഡിലായിട്ട് നോക്കേ, ആൽമരം, അതിൻ്റെ വേരുകൾ താഴോട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുവാണ്. അത് കൊള്ളാം, ഒരു പ്രത്യേക ഭംഗിയുണ്ട് അത് കാണാൻ. ഇവിടെ ആയിട്ട് ചെറിയൊരു ചായക്കടയൊക്കെ ഉണ്ട്. ഇവിടെയും ചെറിയൊരു അമ്പലമൊക്കെ കാണാം. കൊള്ളാമല്ലേ, ഒരു പ്രത്യേക ഭംഗിയുണ്ട് അത് കാണാൻ. അപ്പോഴത്തെ ഈ പാറപ്പുറത്തിൻ്റെ മുകളിലോട്ട് നമുക്ക് കയറാൻ പറ്റും. ഒരുപാട് ഹൈറ്റിലോട്ടൊന്നും അല്ല. ഈ പാറപ്പുറത്തിന് സൈഡിലായിട്ടൊക്കെ കണ്ടില്ലേ, ഇവിടെ ഓരോ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സിമെൻറ്റിൽ ചെയ്തതാ, ഒരുപാട് പഴയതല്ല. പിന്നെ അവിടെ അല്ലാതെ കൽവിഗ്രഹങ്ങളെല്ലാം ഉണ്ട്, ആ സൈഡിലായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ റോഡിൻ്റെ സൈഡിൽ കൂടെ തന്നെ പാറ ഇങ്ങനെ ചരിഞ്ഞു പോയിരിക്കുവാണ്. അങ്ങനെ ഈ പാറപ്പുറത്തിൻ്റെ പല പല ഭാഗങ്ങളിലായിട്ട് മുകളിലോട്ട് നടന്ന് കയറാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഹൈറ്റുള്ള പാറ അല്ല, സ്ലോപ്പായിട്ട് കിടക്കും. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ ആയിട്ട് അമ്പലത്തിൻ്റെ ഗോപുരമൊക്കെ കാണാം. അതിനകത്തൊക്കെ പെയിൻറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. നമ്മൾ ആ റോഡ് സൈഡിൽ നിന്ന് കണ്ടില്ലായിരുന്നു ഒരു അമ്പലം, ആ അമ്പലത്തിൻ്റെ ഭാഗം തന്നെ ഈ കാണുന്നതല്ല. അമ്പലത്തിൻ്റെ മതിലാണിത്. എവിടെയൊക്കെ ആയിട്ട് പാറ നോക്കേ, ഉരുണ്ട് വീഴാൻ പോകുന്ന കണക്കിരിക്കുക. അത് കൊള്ളാം. ഇവിടെയൊക്കെ ആയിട്ട് ഒരു വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ വിളക്ക് കത്തിക്കലും കാര്യങ്ങളൊന്നും ഇല്ല. കണ്ടില്ലേ? അങ്ങനെ ഞാൻ മധുരയിൽ നിന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. മധുരയിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് ഇപ്പം പുതുക്കോട്ടை എന്ന് പറഞ്ഞ സ്ഥലം വരെ ബസ്സിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോക്കകത്തുള്ളത്. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി നടന്ന്, എന്നിട്ട് ഇപ്പം ബസ് സ്റ്റാൻഡിൽ നിന്നൊരു 3 കിലോമീറ്റർ ദൂരമായിട്ടുള്ള നമ്മൾ ഈ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് നമ്മൾ ഈ സ്ഥിരം പറയാത്ത കാര്യമായതുകൊണ്ട്, സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞ് ശീലമില്ലാത്ത ചില പേരുകളൊക്കെയാണ് ഇന്ന് ഞാൻ വന്ന ഈ ഒരു അമ്പലത്തിൻ്റെ പേരൊക്കെ. അതുകൊണ്ട് സാധാരണ ഇപ്പം നമുക്ക് ഏതെങ്കിലും ഇപ്പം ശിവൻ കോവിൽ, അയ്യപ്പൻ കോവിൽ അങ്ങനെ പറയുന്ന കണക്കല്ല. ഈ അമ്പലത്തിൻ്റെ പേര് ഞാൻ വീഡിയോയുടെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞതായിരുന്നു.
വീണ്ടും വിട്ടുപോയി. അതുപോട്ടെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിലെല്ലാം കറങ്ങി തിരിഞ്ഞ് വന്നതാ. ഇപ്പം ഇന്നത്തെ വീഡിയോ നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കുവാണ്. ഇനിയിപ്പോൾ ഞാൻ ഇന്ന് വേറെ എങ്ങോട്ടും പോകുന്നില്ല. ഈ പുതുക്കോട്ടയുടെ പരിസരത്ത് തന്നെ റൂം എടുത്ത് സ്റ്റേ ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തിരുച്ചിയിൽ പോവും, തിരുച്ചിയിൽ സ്റ്റേ ചെയ്യും. അപ്പോഴെന്തായാലും നമ്മുടെ ഈ ഒരു മധുരൈ ടു പുതുക്കോട്ടൈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.